നടിയുടെ പരാതിയിലെടുത്ത കേസിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സനൽകുമാർ ശശിധരനെ മുംബൈ എയർപോർട്ടിൽ വെച്ച് പിടികൂടിയിരുന്നു. ഈ വർഷം ജനുവരിയിലാണ് നടി പരാതി നൽകിയത്. വിവരങ്ങളുമായി ചേരുന്നത് ജിജീഷ് കരുണാകരനാണ്. ജിജീഷ്, കഴിഞ്ഞ ദിവസം സനൽകുമാർ ശശിധരനെ പോലീസ് വിശദമായി പിടികൂടിയിരുന്നു. ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുമെന്ന വിവരമാണ് വരുന്നത്. ഇന്നാണോ ചോദ്യം ചെയ്യൽ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? രാഖി, ഇന്ന് രാത്രിയോടെ സനൽകുമാർ ശശിധരനെ കൊച്ചിയിലെത്തിക്കും. തുടർന്ന് ഒരു വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ നടത്തും. കാരണം രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരുന്നു നടി നൽകിയത്. നേരത്തെ 2022 സനൽകുമാർ ശശിധരനെതിരെ പരാതി നൽകി. അതിനുശേഷം ഈ ജനുവരിയിൽ പരാതി നൽകി. അത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ടായിരുന്നു പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എളമക്കര പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ എളമക്കര പോലീസ് എടുത്ത കേസിനെ തുടർന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഈ സമയത്ത് അമേരിക്കയിലായിരുന്നു സനൽകുമാർ ശശിധരൻ ഉണ്ടായിരുന്നത്. തുടർന്ന് അവിടെ നിന്ന് മുംബൈയിൽ വന്നപ്പോൾ ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിൽ തടഞ്ഞു വെക്കുകയും ബന്ധപ്പെട്ട കേസ് നടക്കുന്ന എളമക്കര പോലീസിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് എളമക്കരയിൽ നിന്നുള്ള പോലീസ് സംഘം ഇപ്പോൾ മുംബൈയിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിനുശേഷം കൊച്ചിയിലേക്ക് കൊണ്ടുവരും. ഇവിടെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യും. നടി നൽകിയിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ തുടർച്ചയായി തന്നെ അവഹേളിക്കുന്നു, പൊതുസമൂഹത്തിൽ അപമാനിക്കാനുള്ള നീക്കം സനൽകുമാർ ശശിധരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ്. നിരവധി പോസ്റ്റുകൾ നടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇയാൾ ഇട്ടിരുന്നു. പല തവണ അതിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, നടിക്കില്ലാത്ത പരാതികൾ കൂടി സനൽകുമാർ ശശിധരൻ നടിയുടെ പേരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവർക്ക് ഭീഷണിയുണ്ട്, ജീവന് ഭീഷണിയുണ്ട്, അത്തരത്തിൽ ചില സന്ദേശങ്ങൾ അവർ പ്രചരിപ്പിച്ചിരുന്നു, ശബ്ദ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ് ചില ശബ്ദഭാഗങ്ങളടക്കം സനൽകുമാർ ശശിധരൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ നിരന്തരമായി അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകുകയും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും പിന്തുടർന്ന് ശല്യം ചെയ്തതും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തത്. നേരത്തെയും 2022 സമാനമായി തന്നെയുള്ള പരാതി സനൽകുമാർ ശശിധരനെതിരെ നടി നൽകിയിരുന്നു.